രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ മന്ത്രിസഭായോഗം പൂർത്തിയായി. ഓരോ മന്ത്രാലയങ്ങളും വികസന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ വിശദീകരിച്ചു. ഓരോ മന്ത്രാലയങ്ങളും 100 ദിവസത്തെ കർമ്മ പദ്ധതിയും സമ്പൂർണ്ണ മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷത്തേക്ക് നടപ്പാക്കാനുള്ള വികസന രേഖയും 8 മണിക്കൂർ നീണ്ട യോഗത്തിൽ അവതരിപ്പിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്ന് രാവിലെ 10:30 ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുള്ളത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു യോഗത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയിട്ടുള്ള വിവിധ വികസന ജനക്ഷേമ പദ്ധതികളുടെ ഒരു അവലോകനം വിവിധ മന്ത്രാലയങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ കേന്ദ്ര മന്ത്രിമാർക്കും പുറമെ മന്ത്രാലയത്തിലെ സെക്രട്ടറിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അടുത്ത 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതികൾ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോഴും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകേണ്ടതുണ്ട്. അത് സംബന്ധിച്ചൊരു കർമ്മരേഖ ഈ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJPയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്നുള്ളത് അടുത്ത 3 വർഷം മൂന്നാം തവണയും മോദി സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇതിനോടകം തന്നെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷം ഏത് രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കണം എന്നത് സംബന്ധിച്ചൊരു രൂപരേഖ കൂടി ഇന്ന് ചേർന്ന സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 2047 വികസിത് ഭാരത് എന്ന കൺസെപ്റ്റ് മുൻനിർത്തിക്കൊണ്ട് മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.